അരയാൽ ചുവട്ടിലെ തീർത്ഥക്കുളത്തിനരുകിൽ ഉദയസൂര്യൻ വണങ്ങും ജഗദീശ്വരി. അരയാൽ ചുവട്ടിലെ തീർത്ഥക്കുളത്തിനരുകിൽ ഉദയസൂര്യൻ വണങ്ങും ജഗദീശ്വരി. കൈപ്പിള്ളിക്കാവിൽ വാഴും കരുണാമയി വനദുർഗേ ദേവി ജഗദംബികേ. കൈപ്പിള്ളിക്കാവിൽ വാഴും കരുണാമയി വനദുർഗേ ദേവി ജഗദംബികേ. അരയാൽ ചുവട്ടിലെ തീർത്ഥക്കുളത്തിനരുകിൽ ഉദയസൂര്യൻ വണങ്ങും ജഗദംബികേ. വിളിപ്പുറത്തമ്മേ കാർത്യായനി കരുണ തേടി വലം വെപ്പു ഞാൻ. വിളിപ്പുറത്തമ്മേ കാർത്യായനി കരുണ തേടി വലം വെപ്പു ഞാൻ. അനുഗ്രഹം ചൊരിയാൻ താമസമരുതേ അമൃതസ്വരൂപിണി വനദുർഗേ. അനുഗ്രഹം ചൊരിയാൻ താമസമരുതേ അമൃതസ്വരൂപിണി വനദുർഗേ. അമൃതസ്വരൂപിണി വനദുർഗേ. അരയാൽ ചുവട്ടിലെ തീർത്ഥക്കുളത്തിനരുകിൽ ഉദയസൂര്യൻ വണങ്ങും ജഗദീശ്വരി. കൈകളിൽ ശൂലവും ദാരിക ശിരസ്സുമായി ഇടത്തായി കുടികൊണ്ട ശ്രീഭദ്രകാളിയും. കൈകളിൽ ശൂലവും ദാരിക ശിരസ്സുമായി ഇടത്തായി കുടികൊണ്ട ശ്രീഭദ്രകാളിയും. വിളിക്കുന്നു ഞാനാ ജഗദംബയെ, വണങ്ങുന്നു ഞാനാ ദിവ്യസ്വരൂപത്തെ. വിളിക്കുന്നു ഞാനാ ജഗദംബയെ, വണങ്ങുന്നു ഞാനാ ദിവ്യസ്വരൂപത്തെ. വണങ്ങുന്നു ഞാനാ ദിവ്യസ്വരൂപത്തെ.
ഇക്കാലത്ത് ആധ്യാത്മികമായിട്ടുള്ള അറിവുകളെല്ലാം പരിമിതമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ സപ്താഹം, നവാഹം തുടങ്ങിയ യജ്ഞങ്ങൾ ധാരാളം നടക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക്, ചൈതന്യാഭിവൃദ്ധിക്കും മറ്റും നടത്തപ്പെടുന്ന മഹായജ്ഞം തീർച്ചയായിട്ടും ഒരു ഉപക്ഷേത്രം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വിവാഹം അതുപോലുള്ള ചടങ്ങുകളൊക്കെ തന്നെ ചെറിയ രീതിയിൽ നമുക്കിവിടെ നടത്താനുള്ള ഒരു വലിയ സൗകര്യം ഇപ്പോൾ സിദ്ധിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും വളരെ പുണ്യകരമായ ഒരു കർമ്മമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്രയോ ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാവും. ഒരു ക്ഷേത്രത്തിൻ്റെ പ്രയോജനവും അതുതന്നെയാണ്. കാലാനുകാലം കൽപ്പാന്തകാലത്തോളം സ്ഥിതി ചെയ്യണമെന്നുള്ള സങ്കല്പത്തിലാണ് ക്ഷേത്രം പ്രതിഷ്ഠിക്കുക. അപ്പോൾ വളരെ വളരെ തലമുറകളോളം ഈശ്വരാരാധന നടത്തുവാനും ഈശ്വര സായുജ്യം സിദ്ധിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ആധ്യാത്മികമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമൊക്കെ സൗകര്യമൊരുക്കുന്ന ഇതുപോലുള്ള മണ്ഡപങ്ങൾ ക്ഷേത്രത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അതിവിടെ സജ്ജീകരിച്ച് നൽകുന്ന പുണ്യാത്മാവ്, എൻ്റെ പേരെന്താ, സുകുമാരൻ, തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന് ഒരു വലിയ ഒരു പുണ്യകരമായ ഒരു സൽക്കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ കാലത്തും സകല വിധത്തിലുള്ള ശ്രേയസ്സുകളും ഐശ്വര്യാദികളും നൽകി ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിത് ഔപചാരികമായി ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കുകയാണ്. അങ്ങനെ ഈ ക്ഷേത്രത്തിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യാഭിവൃദ്ധിയും ഉണ്ടാകുവാനും ഈ പ്രദേശത്തിന് അതുപോലെ തന്നെ ശ്രേയസ്സുണ്ടാകുവാനും ഈ മണ്ഡപവും ക്ഷേത്രം പോലെ തന്നെ പ്രയോജനീഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം വിനീതമായ നമസ്കാരം. വീതിയിൽ ദീപമാകണേ, കർമ്മശോഭയായി ഉള്ളിലവിടുന്നു നിത്യവും കളിയാടണേ. ദേവദേവ നിൻമിഴി തുറക്കണേ, വീതിയിൽ ദീപമാകണേ, കർമ്മശോഭയായി ഉള്ളിലവിടുന്നു നിത്യവും കളിയാടണേ. അഖില സാരമായി സ്നേഹമുണരണേ, ഉലകിൽ ശാന്തി കളിയാടണേ. അഖില സാരമായി സ്നേഹമുണരണേ, ഉലകിൽ ശാന്തി കളിയാടണേ. ഞങ്ങൾ നിൻ കൃപാസാഗരത്തിലെ ജീവബിന്ദുക്കളാകണേ. ഞങ്ങൾ നിൻ കൃപാസാഗരത്തിലെ
ജീവബിന്ദുക്കളാകണേ. ദേവദേവ നിൻമിഴി തുറക്കണേ, വീതിയിൽ ദീപമാകണേ. കർമ്മശോഭയായി ഉള്ളിലവിടുന്നു നിത്യവും കളിയാടണേ, നിത്യവും കളിയാടണേ. അതിഥികളായി എത്തിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ VN ശശികുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ VK സുധാകരൻ സാർ, ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനൂടെ എത്തിയിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി KP ശശികല ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരായ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, സമയം വളരെ വൈകിയത് കൊണ്ട് ഞാൻ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ വേദിയിൽ നിന്ന് ഇതുപോലൊരു പരിപാടിയെ അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായും അനുസ്മരിക്കേണ്ട ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട്. കൈപ്പള്ളിക്കാവ് എന്ന് പറയുന്ന ഈ സങ്കേതത്തെ തൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ കുടിയേറ്റത്തിൽ തല്ലി തകർത്ത് നാമാവിശേഷമാക്കി ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാതാക്കിയ കാലത്ത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തൊട്ട് അത്രശ്ശേരി മുതൽ ഇന്ന് കാണുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വം വരെ കൈയൊഴിഞ്ഞ കാലത്ത് സ്വയംഭൂവായ കൈപ്പള്ളിക്കാവിലമ്മയുടെ ശ്രീ ദുർഗാദേവിയുടെ ചൈതന്യത്തെ കണ്ടറിഞ്ഞ് ഉപാസിച്ച് അതിനായി ഇന്ന് അവശേഷിക്കുന്ന 51 സെന്റ് മണ്ണും ഈ ക്ഷേത്ര സങ്കേതവും സംരക്ഷിച്ച നമുക്കെല്ലാം ആദരണീയനായ കുളങ്ങര ശ്രീ നാരായണൻ നായർ അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്മരിക്കപ്പെടേണ്ടതാണ്, ക്ഷേത്രത്തെ ജനകീയമാക്കി മാറ്റുന്നതിനും ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിനെ പുനരുദ്ധരിക്കുന്നതിനും അത്യാവസാനം ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് പ്രചോദനമാകുകയും അവരെ കർമ്മബോധരാക്കി രംഗത്ത് കൊണ്ടുവരികയും ചെയ്ത ബഹുമാനായ കാക്കനാട്ട് ശ്രീ കൃഷ്ണനായർ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എൻ്റെ ഒപ്പമുള്ളവർക്കും എന്നേക്കാൾ മുതിർന്നവർക്കും അറിയാം. ഒരു കാലഘട്ടത്തിൽ കൈപ്പള്ളിക്കാവ് അറിഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു. അതിനുമാത്രം ജനകീയ ബന്ധമുണ്ടായിരുന്ന അമ്മയുടെ ഭക്തനായ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കൈപ്പള്ളിക്കാവ് ദേവസ്വം ട്രസ്റ്റിൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. 1980 കാലഘട്ടത്തിൽ നവോത്ഥാന കാലഘട്ടം നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്ര സങ്കേതത്തെ ഇന്ന് കാണുന്ന പുനരുദ്ധാരണത്തിൻ്റെ വേഗതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഏവർക്കും പ്രിയങ്കരനായിരുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ ശ്രീ മാന്തളിരുമ്പറയിൽ ശ്രീ MV ദാമോദരനാചാര്യ എന്ന വെല്ലുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ചുരുങ്ങിയ പക്ഷം ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ നിർമ്മാണമെങ്കിലും കണ്ട് അദ്ദേഹത്തിന് സായുജ്യം അടയണമെന്നുള്ളത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഈ നാട്ടിലുള്ള വളരെ ന്യൂനപക്ഷമായ, പ്രത്യേകിച്ച് കൈപ്പള്ളിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 10-12 കുടുംബങ്ങളെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് അടിത്തറ പാകിയ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിലും ക്ഷേത്രം ട്രസ്റ്റിനുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രചോദനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കർക്കശമായ നിലപാടോടുകൂടി ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യഘട്ടത്തിൽ ഞങ്ങളെ അങ്ങേയറ്റം നേതൃത്വപരമായി ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത മൈലക്കൽ കർണാടൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഇവിടെ ഈ വേദിയിലും ഒരുപക്ഷെ ക്ഷണിതാക്കളായി ഇവിടെ എത്തിയിരിക്കുന്ന പലർക്കും കൈപ്പള്ളിക്കാവിൻ്റെ പൂർവ്വചരിത്രത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു എന്നിരിക്കില്ല. അതൊന്നും വിശദമായി പറയുവാൻ സമയപരിമിതി എന്നെ അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 56 ഏക്കറോളം ഭൂസ്വത്വം അതിൻ്റെ അവകാശവും ദേവപ്രശ്നങ്ങളിൽ പോലും തെളിഞ്ഞു കാണുന്നത് ബഹുമാനായ നമ്മുടെ ആഴവഞ്ചേരി തമ്പ്രാക്കളിൽ നിന്നായിരുന്നു. കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൽ വന്ന് ഇന്ന് സ്വന്തമായി ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന കൈപ്പള്ളിക്കാവിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത വേദിയിലും സദസ്സിലുള്ളവർക്കറിയാം.
ഈ കാണുന്നവരൊക്കെ ചിന്തിക്കും ചുറ്റുവട്ടത്ത് വളരെ വിശാലമായി കാണുന്ന ഭൂമിക്ക് നടുവിൽ ഈ ക്ഷേത്രം ഇരിക്കുമ്പോൾ മുഴുവൻ ക്ഷേത്രത്തിൻ്റെ ആയിരിക്കുമെന്ന്. തീർച്ചയായും അല്ല. അവശേഷിക്കുന്നത് കേവലം 51 സെന്റ് സ്ഥലവും കഷ്ടിച്ചതിലേക്ക് കടന്നു വരാനുള്ള ഈ വഴിയും മാത്രമാണ് ഇന്ന് ക്ഷേത്രത്തിനുള്ളത്. ഇതൊരു കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെടുകയും ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും ഇവിടുത്തെ വിഗ്രഹങ്ങൾ തല്ലി തീർത്ത് ഈ ക്ഷേത്രത്തിന്റെ ഈ സ്റ്റേജിന് പുറകെ കാണുന്ന ഒരു വലിയൊരു ചതുപ്പ് നിലമായിരുന്നു. അതിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്തെന്ന് കാരണവന്മാരായിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്ര സംഗീതത്തെ ഇന്ന് കാണുന്ന ഈ ഇതിലേക്ക് മാറ്റി എടുക്കുവാൻ സഹായകമായതിൽ വളരെ നിർണായകമായൊരു പങ്ക് ആദ്യ രൂപം മുതൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്കും പിന്നീട് നിരവധി സന്ദർഭങ്ങളിൽ ഹിന്ദു ഐക്യവേദിയിലുള്ള സംഘടനകൾക്കും നമ്മുടെ നാട്ടിലെ എല്ലാ പ്രബുദ്ധരായ സമുദായ സംഘടനകൾക്കും ഉണ്ടായിട്ടുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഞാൻ സ്മരിക്കുക. ഇന്നും നിരവധി ഹിന്ദുക്കളായിട്ടുള്ളവർ നിരവധി പീഡനങ്ങൾ വിശിഷ്യ അവർ ന്യൂനപക്ഷമായ ഭാഗങ്ങളിൽ വളരെയേറെ ഭാരതത്തിൽ വിശിഷ്യ കേരളത്തിൽ സാധ്യമല്ല. കാരണം ഇതിനെല്ലാം കൂട്ടായി നിൽക്കുന്നത് ഇവിടുത്തെ സമുദായ സംഘടനകളാണ്. ഈ സമുദായ സംഘടനകൾ ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമേ ഹിന്ദു ആകുന്നുള്ളൂ. അതിന് അക്ഷരാർത്ഥത്തിൽ നേതൃത്വം കൊടുക്കേണ്ടത് ഹിന്ദു ഐക്യവേദിയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. സമുദായങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നയപരിപാടികളും ഉണ്ടാവാം. അതായിരിക്കരുത് ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കകത്ത് അവരുടെ ആചാര അനുഷ്ഠാന വിശ്വാസ സംസ്കൃതി നിലനിർത്തുന്നതിനുണ്ടാകേണ്ടത്. ഇത് വ്യത്യസ്ത സമുദായ സംഘടനകൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇക്കാര്യത്തിലുള്ളത്. അതിനൊക്കെ മാറ്റം വരുന്നതിന് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾക്കാവണം. പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്നതിന് സബ്സിഡി കിട്ടുമ്പോൾ ശബരിമലയ്ക്ക് പോകുന്നതിന് ഇരട്ടി പണം കൊടുക്കേണ്ട സാഹചര്യം അതിനെ ഒരു ശക്തമായി പ്രതികരിക്കാൻ പോലും നമ്മുടെ സമുദായ സംഘടനകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സത്യം. അതുപോലെ ഏത് കാര്യങ്ങളിലും ഞങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണം നൽകുന്ന അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അടുക്കൽ സംബന്ധിച്ച് ഇവിടെ കൃത്യസമയത്ത് തന്നെ ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി PK ശശികല ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണവും ഭാഗവത നവാഹ യജ്ഞത്തിന്റെ പരിപാടികളോട് അനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത നവാഹ യജ്ഞം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ യജ്ഞത്തിന്റെ പ്രാരംഭ തലത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക ക്ഷേത്രം കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്ന് കരുതിക്കൊണ്ട് നിരവധി പരിപാടികൾ നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇത്തവണ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആലോചിച്ചപ്പോൾ ആദ്യം തീരുമാനിച്ചത് ശശികല ടീച്ചറെ തന്നെയാണ്. ടീച്ചറിന്റെ സൗകര്യം അന്വേഷിച്ചപ്പോൾ വൈകുന്നേരം അസൗകര്യമാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്ന് ഒരു പൊതു അവധി ദിവസമായത് രാവിലെ ആയിക്കൂടാ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതൊക്കെ കണക്കെടുത്തുകൊണ്ട് രാവിലെ 10:30 ഈ പരിപാടി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണവും തുടർന്ന് ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നടത്താം എന്ന് ആഗ്രഹിക്കുകയില്ലേ. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ എത്തിച്ചേരുകയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി PK ശശികല ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ KS സാബുവിനെ ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന NSSന്റെ പ്രതിനിധി സഭാ മെമ്പർ ശ്രീ EP മോഹൻ ചേട്ടൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് കൂടി പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാനാവില്ല. കൈപ്പള്ളിക്കാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന 980 കാലഘട്ടങ്ങളിൽ ക്ഷേത്രം എന്തെന്നോ അതിന്റെ ആചാരക്രമങ്ങൾ എന്തെന്നോ തന്ത്രി എന്തെന്നോ എന്താണ് ക്ഷേത്രവിധികളെന്നോ അറിയാൻ പാടില്ലാതെ കുറച്ച് കുട്ടികൾ എല്ലായിടത്തും അമ്പലമുണ്ട്, ഞങ്ങളും അമ്പലമുണ്ട്, ഞങ്ങൾ ഉത്സവം നടത്തുന്നു, ഞങ്ങൾ ക്ഷേത്രം നടത്തുന്നുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായ രംഗത്തിറങ്ങിയപ്പോൾ പകച്ചു നിന്ന ഞങ്ങളെ തീർച്ചയായും മാർഗങ്ങൾ പറഞ്ഞു തന്ന് എന്താണ് ക്ഷേത്രം, എന്താണ് തന്ത്രി, എന്താണ് പൂജാവിധികൾ, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് അങ്ങേറ്റ ഉപദേശം തന്ന വിശിഷ്ട ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ KS സാബുവിന് ഞാനൊക്കെ അദ്ദേഹത്തെ ചെന്ന് കണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചെന്ന് കണ്ടപ്പോഴൊക്കെ ക്ഷേത്രവുമായി എങ്ങനെ മുമ്പോട്ട് പോകണം, അതിന്റെ പ്രവർത്തനങ്ങളായി എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഭക്തജനങ്ങളെ സമീപിക്കണം ഇത്യാദി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഗുരുസ്ഥാനീയനായ ബഹുമാനായ ശ്രീ EP മോഹൻ ചേട്ടനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ K മോഹൻ അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ M വിനയരാജ് സാറിനാണ്. കേരള വിശ്വകർമ്മ സഭയുടെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ മറ്റു ചില വേദികളിൽ വെച്ച് പരിചയമുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന് നേരിട്ട് നോട്ടീസ് കൊടുക്കാൻ ചില സാങ്കേതിക കാരണങ്ങൾ പറ്റാതെ വന്നു. എങ്കിലും ഞങ്ങൾ ക്ഷമാപൂർവ്വം അദ്ദേഹത്തെ ചെന്ന് കാണുകയും പിന്നെ ഞാനാണ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാൻ പറ്റിയത്. എങ്കിൽ പോലും അതൊരു പരിഭവമായി കാണാതെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വീകരിക്കുന്നതിനായി ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീ കെ മോഹനെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ശ്രീ കെ പി ഗോപി അവറുകളെയാണ്. ഭരതർ മഹാജനസഭയുടെ സംസ്ഥാന കൗൺസിൽ ബോർഡ് മെമ്പറാണ്. പട്ടികജാതി വിഭാഗങ്ങളുടെയും അതുപോലെ ഹിന്ദു സമാജത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ സജീവമായി ദേവനവീട് ആറക്കുളത്താണ് സജീവമായി രംഗത്ത് നിൽക്കുകയും എല്ലാ പ്രശ്നങ്ങളിലും പങ്കെടുത്തുകൊണ്ട്, ജനകീയ പ്രശ്നങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്, ഹിന്ദു പ്രശ്നങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ ശക്തമായ അഭിപ്രായങ്ങൾ പറയുകയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ ഷാജി അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.